ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിനേക്കാളും കൂടുതലായിട്ട് പുത്തൻ തലമുറയിലെ ആളുകൾക്ക് മുട്ട് തേയ്മാനം അല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മുട്ടുവേദന പൊതുവായി കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടാനുള്ള കാരണം എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പഴയ കാലഘട്ടത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40-50 വർഷം മുമ്പ് കേരളത്തിലെ ഏകദേശം ഒട്ടുമിക്ക കുടുംബങ്ങളും ജീവിച്ചിരുന്നത് കാർഷിക വൃത്തിയിലൂടെയാണ്. ഒന്നുമില്ല, അവർക്ക് ഒന്നുകിൽ സ്വന്തമായിട്ട് കൃഷിഭൂമി ഉണ്ടായിരിക്കും, സ്വന്തം കൃഷിഭൂമിയിലും ആ വീട്ടുകാർ തന്നെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ മിക്ക ആളുകളും ഒരു കർഷക തൊഴിലാളികളായിരിക്കാം. അപ്പോൾ പഴയ കാലഘട്ടത്തിൻ്റെ ഇതിലെ ഒരു മാറ്റം, പഴയ കാലഘട്ടത്തിൽ മിക്ക ആളുകളും ഓരോ ദിവസവും 4-5 കിലോമീറ്റർ നടന്നിരുന്നു. കാരണം തൊട്ടടുത്ത അങ്ങാടിയിലേക്കാണെങ്കിൽ തൊട്ടടുത്ത ടൗണിലേക്കാണെങ്കിൽ പോലും നടന്നാണ് പോയിരുന്നത്. എന്നാൽ ഇന്ന് അതിലേക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ മിക്ക കുടുംബങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ സ്വന്തമായി കൃഷി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 8-10 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ മക്കളും മരുമക്കളും ഗൃഹനാഥനും എല്ലാവരും കൂടിയിട്ട് കൃഷിപ്പണി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വ്യായാമം ലഭിക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഭക്ഷണ ലഭ്യത കുറവായിരുന്നു. ഭക്ഷണത്തിന് പഞ്ഞ നേരിട്ട പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണ ലഭ്യത കുറവായതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും പൊണ്ണത്തടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ തികച്ചും മാറിയിട്ടുണ്ട്. ഇന്ന് ആളുകൾ നടക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണം ഉള്ളവനാണെങ്കിലും പണം ഇല്ലാത്തവനാണെങ്കിലും നടക്കുന്നില്ല. പണം ഉള്ളവൻ സ്വന്തം വാഹനത്തിൽ പോവാം, പണം ഇല്ലാത്തവന് എന്ത് ചെയ്യുക, ഇവനൊരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോലത്തെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആരും നടക്കുന്നില്ല. കാലുകൾക്ക് വേണ്ടത്ര രീതിയിൽ വ്യായാമം കിട്ടുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കേൾക്കുന്ന മിക്ക പഴയ തലമുറ ആളുകളൊക്കെ സ്കൂളിലേക്ക് 4-5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. സ്കൂളിൻ്റെ അടുത്തൊരു 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും നടക്കുന്നില്ല, സ്കൂൾ വാഹനത്തിലാണ് പോകുന്നത്. അവർ കാലുകൾക്കൊരു വ്യായാമം ലഭിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാരും വലിയമ്മമാരൊക്കെ വീട്ടിൽ അടുപ്പുണ്ടായിരിക്കാം. ഈ അടുപ്പ് വീടിൻ്റെ താഴ്ഭാഗത്ത് ഉപയോഗിച്ചു. വീടിൻ്റെ അകത്ത് നിലത്തായിരുന്നു അടുപ്പ് ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അടുപ്പിലൊക്കെ കഞ്ഞി വെക്കലും ചോറ് വെക്കലൊക്കെ ഇരുന്നു കൊണ്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. ഈ ഇരുത്തത്തിന് വലിയ എക്സസൈസ്. കാരണം ഇരുത്തം എന്ന് പറഞ്ഞാൽ എക്സസൈസാണ്. മുട്ടിന് കൃത്യമായിട്ടൊരു വ്യായാമം ലഭിക്കും. അതുപോലെ തന്നെ ഈ പണ്ട കാലത്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്ത് ചമ്രം അടിച്ചിരുന്നു, അല്ലെങ്കിൽ 99% ആളുകളും മരപ്പലക, ചെറിയ പലകയിൽ ഇരുന്നാണ് ചോറ് കഴിച്ചിരുന്നത്, കഞ്ഞി കുടിച്ചിരുന്നത്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വ്യായാമം കാലുകൾക്ക് ലഭിച്ചിരുന്നു. മറ്റൊന്നാണ് ഈ മലമൂത്ര വിസർജനത്തിനൊക്കെ. ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ കക്കൂസ് എന്ന സംവിധാനം വന്നിട്ട് തന്നെ 40-50 വർഷമായിട്ടുള്ളൂ. 50 വർഷമായിട്ട് ഒരു 30-40 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ ആളുകൾ കാര്യം സാധിച്ചിരുന്നത് വെളിമ്പറമ്പ് പോയിരുന്നായിരുന്നു. അപ്പോൾ ഈ വെളിമ്പറമ്പിൽ പോയിരുന്നിട്ട് ബാത്റൂം കാര്യങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്, കാലുകൾക്ക് വ്യായാമം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിന് സംവിധാനം മാറി. ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റുകളാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായാലും ഇരുത്തം ഒരു സ്റ്റൂളുമ്പോൾ പോയി ഇരിക്കുന്ന പോലെ കാലുകൾക്ക് വ്യായാമം ലഭിക്കുന്നില്ല. തീരെ വ്യായാമം ലഭിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിലെ യൂറോപ്യൻ ക്ലോസറ്റുകൾ വൃദ്ധന്മാരായ ആളുകൾ മാത്രം ഉപയോഗിക്കട്ടെ. അതായത് കാലിൽ വളരെ ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ളത് യൂറോപ്യൻ ക്ലോസറ്റുകൾ. നല്ല ആരോഗ്യമുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടത് ഇന്ത്യൻ ക്ലോസറ്റുകളാണ്. നമ്മൾ ചെയ്യേണ്ട യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ 1-2 ഇന്ത്യൻ ക്ലോസറ്റുകൾ എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. ഈ ഇന്ത്യൻ ക്ലോസറ്റുകൾ നമ്മൾ ഒരു ദിവസത്തെ 4-5 തവണത്തെ നമ്മുടെ ബാത്റൂം പർപ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലുകൾക്ക് നല്ല വ്യായാമം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നുള്ള മറ്റൊരു പ്രശ്നമാണ് അമിതഭാരം. കേരളത്തിലെ ഒരു 60-70% ആളുകളും ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഭക്ഷണ രീതിയും വ്യത്യസ്തമാണ്. ഭക്ഷണ രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണമില്ലവനാണെങ്കിലും പണം ഇല്ലാത്തവനാണെങ്കിലും ഭക്ഷണ രീതിയൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെ കേരളത്തിൽ നീങ്ങുന്നത്. അപ്പോൾ ഈ പൊണ്ണത്തടി കൂടുമ്പോൾ നമ്മുടെ കാലിൻ്റെ വേദനകൾ, മുട്ടുവേദന കൂടുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് മുട്ടുവേദനക്ക് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാന കാരണം കാലുകൾക്ക് വ്യായാമമില്ലായ്മയാണ്, അമിതഭാരമാണ്. കാരണം ഈ അമിതഭാരം ഒരാൾക്ക് നല്ല വെയിറ്റ് കൂടുതലാണ് വിചാരിച്ചോ, അത് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഭൂമിയിലേക്ക് നിയന്ത്രിച്ച് നിർത്തുന്നത് നമ്മുടെ കാലുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഭാഗമാണ് മുട്ടിൻ്റെ എല്ലുകൾ, കാൽമുട്ടിൻ്റെ എല്ലുകൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോ കേൾക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചെറിയ മുട്ടുവേദന ഉണ്ടോ, നിങ്ങൾ ചെയ്യേണ്ടത് കയ്യിലും കാലും നല്ല എക്സസൈസ് കൊടുക്കുക. ഒരു ദിവസം 1/2 മണിക്കൂർ നല്ല പവർഫുൾ ആയിട്ട് എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ഭാരം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക.
അല്ലാതെ വെറുതെ കുറേ അല്ലാതെ മുട്ടുവേദനയ്ക്ക് വേണ്ടി കുറേ മരുന്ന് കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. ശ്രദ്ധിക്കുന്നതാണ് നല്ല ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ നല്ല പവർഫുള്ളായിട്ട് വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, അത് നിങ്ങളെ ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും കമൻറ്റിൽ കൃത്യമായിട്ട് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ മുട്ടുകാലിന് കംപ്ലൈൻറ്റ് വരുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.